അത് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള സ്ക്രൂ നമ്മൾ നേരത്തെ ഇരുന്ന സ്ക്രൂവിനെ എടുത്ത് ടൈറ്റ് ചെയ്താൽ മതി രണ്ട് സൈഡും. പിന്നീട് ആ കേബിൾ ഇപ്പുറത്തൂടെ വലിച്ചെടുത്തിട്ടുള്ളത് അത് ഇതുവഴി കിടക്കും, വേറെ സീനൊന്നുമില്ല, സേഫാണ്. ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു FZ വെർഷൻ 1-ൽ നമുക്ക് എങ്ങനെ ഇവിടെ മേളത്തെ പീസ് കവർ ചെയ്യാം, അതും പോയിട്ട് ഈ മീറ്റർ എങ്ങനെ ഹാൻഡിൽ കയറ്റാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഈ ക്ലാമ്പ് ഉണ്ടല്ലോ, ഈ ക്ലാമ്പ് ഇവിടെ പോയിട്ട് മീറ്ററിന് വേണ്ടിയിട്ട് ഇവിടെ ജോയിൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ജോയിനിൻ്റെ ഇവിടെയും വെച്ച് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു റിഫ്ലക്ടർ ക്ലാമ്പുണ്ട്, അതായത് ഓട്ടോറിക്ഷയിലൊക്കെ റിഫ്ലക്ടർ ചെയ്യുന്ന ക്ലാമ്പുണ്ട്. ആ ക്ലാമ്പ് കുറച്ച് ഈ ബോൾട്ട് കയറാൻ കണക്കിന് കുറച്ച് വലുതാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിലാണ് മീറ്റർ സെറ്റ് ചെയ്യുന്നത്. മീറ്റർ ഇതിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മളിതിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ മീറ്ററിൻ്റെ ഇതൊന്ന് ഊരിയെടുക്കുക. ഓക്കെ, മീറ്റർ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്, മീറ്ററിൻ്റെ കേബിൾ ഊരിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഈ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ ഫുൾ ഊരിയെടുക്കണം. നമ്മൾ മീറ്റർ ഊരി എടുത്തിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. ഓക്കെ, ഇത് രണ്ട് സ്റ്റോപ്പർ പോലെ ഉണ്ട്, വേണ്ട ഇതിങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുക. ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുക. ഇത് ലോക്ക് സെറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പാടായിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വയ്ക്കുക, ഇവിടുത്തെ ലോക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുമ്പോൾ സംഭവം നമുക്ക് ലോക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും, അതേസമയം കാണുമ്പോൾ സംഭവം ലുക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇതുമാണ്. ഗൈസ്, നമ്മൾ ഈ മീറ്ററിൻ്റെ വയർ ഇതുവഴി അടി കൂടെ ഉള്ള വയറിനെ മേലെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലേ ഇത് ഇവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ക്ലാമ്പും കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട്, അതിന് മുമ്പ് നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിതിൽ ഹോള് വലുതാക്കിയിട്ടുണ്ട്. ഇത് ഈക്വൽ ഹോൾസാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് വലുതാക്കിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ 10-ൻ്റെ ബോൾട്ട് ഇവിടെ കയറണം. അതിനനുസരിച്ച് 2 എണ്ണം വെച്ചിട്ട് ഒരു സൈഡിൽ വരും. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചതിന് ശേഷം മറ്റേ മീറ്റർ വെച്ച് നമ്മൾ ആ ഹോള് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഡ്രില്ല് ചെയ്യും, ബാക്കി കട്ട് ചെയ്ത് കളയും. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ അത് നമുക്ക് ചെയ്തോളെ. നമ്മൾ പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പീസിൻ്റെ ഇത് കണ്ടോ, നമ്മളെ മീറ്ററിൻ്റെ ഈ ഭാഗം ഇവിടെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു ലൈൻ ഇവിടെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ സെൻറ്റർ വെച്ചാൽ മതി. ഇതൊന്ന് കാണിച്ചു തരാം. അതായത് ഇങ്ങനെ സെൻറ്റർ. ഗൈസ്, നമ്മൾ ആ മീറ്ററിനനുസരിച്ച് ഇവിടെ ഹോൾ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് ഏകദേശം നമ്മൾ മീറ്റർ മാച്ചായിട്ട് വെച്ചിട്ടുള്ളത്. മീറ്റർ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ബാക്കി നോക്കാം. ഓക്കെ ആണല്ല. പിന്നെ അടിയിൽ നിന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്യണം. സെക്കൻഡ് മുമ്പായിട്ട് നമ്മളിത് എടുത്തിട്ട് ഈ സാധനം കൊടുക്കണം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം.
ഇപ്പോൾ കഴിച്ച് നമ്മൾ മീറ്റർ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. മീറ്റർ സെറ്റിങ്ങിൽ പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള സ്ക്രൂ നമ്മൾ നേരത്തെ ഇരുന്ന സ്ക്രൂവിനെ എടുത്ത് ടൈറ്റ് ചെയ്താൽ മതി 2 സൈഡും. പിന്നീട് ആ കേബിൾ ഇപ്പുറത്തൂടെ വലിച്ചെടുത്തിട്ടുള്ളത് അത് ഇതുവഴി കിടക്കും, വേറെ സീനൊന്നുമില്ല, സേഫാണ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, നമ്മൾ തെറ്റായില്ലേ, ക്ലീനാണ്, തട്ടുന്നോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. കാരണം ഇത്രയുള്ള കേബിൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എടുക്കാനുള്ളതായിരുന്നു. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് മീറ്റർ സെറ്റ് ചെയ്യണത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ കവർ ചെയ്യണം. ഇത് കവർ ചെയ്യാനുണ്ട്, പക്ഷേ നമുക്കിത് ജസ്റ്റ് റബ്ബർ ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് കവർ ചെയ്യാനുണ്ട്. ഈ ഒയേഴ്സ് നോക്കുന്നത് 4 ഇൻഡിക്കേറ്ററിന് വേണ്ടി എടുത്ത ഒയറാണ്. അപ്പോൾ ഇതൊക്കെ പുതിയ പീസൊക്കെയാണ് വാങ്ങിച്ച ഒറിജിനൽ പാർട്സ്. അപ്പം ഇതിന് മാച്ചായിട്ട് നമ്മൾ റബ്ബർ ഷീറ്റ് കട്ട് ചെയ്ത് ഒരു ഷേപ്പിന് ചെയ്ത് ഇവിടെ ഒട്ടിക്കുമ്പോൾ ഇതിൻ്റെ പണി കംപ്ലീറ്റ്ലി മാറി. വണ്ടി ലുക്ക് ഓൾറെഡി മാറിയിട്ടുണ്ട്. ഇവിടെ മറ്റേ ഇതെന്നെ പോലെ സ്റ്റിക്കർ ചെയ്യാനുണ്ട്. പിന്നീട് ഇതാണ് വ്യൂ. സംഭവം സെറ്റല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി ഇത് സെറ്റ് ചെയ്യണം കാണാം. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് മറയ്ക്കേണ്ട ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു റബ്ബർ ഷീറ്റ് ഉണ്ട്, നോർമൽ നമ്മളെ മട്ട്ലാപ്പ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ റബ്ബർ ഷീറ്റാണ്. ഈ റബ്ബർ ഷീറ്റ് നമ്മൾ ഇതിൻ്റെ അകത്താണ് വരേണ്ടത്. ഇത് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതിങ്ങനെ വയ്ക്കണം. ഇതിങ്ങനെ ബേസ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ പിന്നെ കട്ട് ചെയ്ത് മാറ്റും. അപ്പം ഇതിങ്ങനെ ബേസ് ചെയ്ത് വെച്ചിട്ട് ഇതിന് പാരലായിട്ട് നമ്മൾ വരച്ചെടുക്കണം. അതായത് ഇവിടെ ഇപ്പോൾ ഇത് കുഴപ്പമില്ല, എന്നാലും ആ ഒയേഴ്സിൻ്റെ ഇത് പോകാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കട്ട്. അപ്പോൾ ഇങ്ങോട്ടായി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ ലെയർ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നമുക്ക് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒയേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് വളച്ച് ഓക്കെ ചേടാ എനിക്ക് തരാം. എനിക്ക് തരാം. ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യാം. അപ്പോൾ നേരെ സെറ്റായി. ഇനി വേണ്ടി നമ്മൾ നോക്കാം ഇനി എവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഇതിവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് കയറുക, അതാണ് മെയിൻ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഓക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ കുറച്ച് കട്ട് ചെയ്യുക, ഇവിടെ കുറച്ച് കട്ട് ചെയ്യുക. ഇങ്ങനെ താഴ്ത്ത് കൊടുക്കണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ഭാഗം കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇത് നമ്മൾ സംഭവം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഷേപ്പ്. നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് വയ്ക്കണം. അപ്പം ഇതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുമ്പോൾ ഇതായി ഫിനിഷിങ് ലെവൽ സാധനം കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ട ഫ്ലെക്സ് ക്വിക്കാണ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഇതിനെ ബേസ് ചെയ്താദ്യം വയ്ക്കുക. അതായത് ഇവിടെ കയറി നിൽക്കുന്ന രീതിയിൽ ഇതാണ് നമ്മൾ കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് നൈസായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് കൂടിപ്പോയി, ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിന് മാച്ചായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കാരണം നമുക്കിവിടെ ഒരു എം സിയിൽ വയ്ക്കാനുള്ളതാണ്. എം സിയിൽ വയ്ക്കാൻ കണക്കിന് ആ ഒരു ഇത് വെച്ച് വേണം ചെയ്യാൻ. അപ്പം ഈ സൈഡ് ഓക്കെയാണ്. ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇവിടെ 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 ഓക്കെ. അപ്പോൾ സെൻറ്റർ പിടിച്ച് വെച്ചിരിക്കണം, കാരണം നമ്മൾ സെൻറ്റർ ഒട്ടിക്കാനുള്ളതാണ്. അപ്പം പിന്നീട് ഇവിടെ ലൈറ്റായിട്ട് എന്താ വെച്ച് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇവിടെ കയറ്റി വെച്ചിട്ട് ഇവിടെയും ഓക്കെ. ഇവിടെ പ്രസ് വയ്ക്കുക, പ്രസ് വെച്ചിട്ട് ഇവിടെ ഒട്ടിക്കുക. ഇനി നമുക്ക് വേണ്ടത് എം സിയിലാണ്.
എം സിയിൽ നല്ലപോലെ കുഴച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. എന്ന് വെച്ചാൽ ഒട്ടിയിരിക്കണം കറക്റ്റായിട്ട്. എം സിയിൽ ജസ്റ്റ് വച്ച ശേഷം കാണിച്ചു തരാം. നമ്മൾ ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷം എം സിയിൽ യൂസ് ചെയ്ത് ലെവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ എം സിയിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് വയ്ക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അത് ഇതേപോലെ ഫിനിഷിങ് ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പെട്രോൾ എടുത്താൽ മതി. പെട്രോൾ എടുത്ത് നല്ലപോലെ ഇങ്ങനെ തേച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ സംഭവം ഫിനിഷിങ് ആയിട്ട് കിട്ടും. ഇവിടെ സെൻറ്റർ ഞാൻ കുറച്ച് കട്ടി ഇട്ടിക്കുന്നതാണ്. ലാസ്റ്റ് ബ്ലൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കാരണം ഈ സെൻറ്റർ പീസ് നേരെ ഒട്ടുന്നില്ലായിരുന്നു. അത് മഴയുടെ കൊണ്ടാണെന്ന് അറിയത്തില്ല, നേരെ ഒട്ടുന്നില്ലായിരുന്നു. അപ്പം കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ സെറ്റാവും. അപ്പോൾ അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് മാറണം. അപ്പം ഇത് ഇത്രയും ഉണ്ട്. ഇനി ഇത് നല്ലപോലെ പേപ്പർ വെച്ച് കഴിയുന്ന ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യണം. അപ്പം വെയിറ്റ്. മഴ കാരണമാണെന്ന് അറിയത്തില്ല, കാരണം എം സിയിൽ ഉണങ്ങാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ വെച്ചിട്ട് ഇതുവരെ ഉണങ്ങി കിട്ടിയിട്ടില്ല. എനിക്കൊന്ന് മഴയുടെ ഇതായിരിക്കാം, ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല ബ്രോ. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പേപ്പർ ഇട്ട് നല്ലപോലെ തേക്കും, നല്ലപോലെ സാൻഡ് ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ട് പിന്നെ പെയിൻറ്റിങ് ആണുള്ളത്. അപ്പോൾ ഇൻ കേസ് എനിക്ക് വണ്ടി ചിലപ്പോൾ ഇന്ന് പോകും, അപ്പം നൈറ്റായി വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ ഈ കാര്യം പറയുന്നത്.